करेगी। इतना धन्यमय इस समय के बारे में सोचकर मैंने परमेश्वर को महिमा करता हूँ। മനോഹരമായ ഈ കൂട്ടായ്മയിൽ നിങ്ങളുടെ മധ്യയായിരിക്കുവാൻ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിൽപ്പാൻ എന്നെ പ്രാപ്തനാക്കിയ ദൈവത്തിന് എല്ലാ പുകഴ്ചകളും അർപ്പിക്കുന്നു. इस सुंदर झुंड में आकर मिलने के लिए परमेश्वर को धन्यवाद करने के लिए इतना मौका मिला, मैंने इसलिए परमेश्वर को धन्यवाद करता हूँ। ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് എനിക്ക് അവസരം നൽകിയ പ്രിയപ്പെട്ടവരോട് ഞാൻ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. इस समय में सुसमाचार की घोषणा करने के लिए जो लोग मुझे बुलाया या मौका दिया उनको भी मैंने धन्यवाद करता हूँ. ഈ സ്ഥാപനത്തെയും ഇതിൻ്റെ പ്രവർത്തകരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. इस संस्था का जो अगुवा लोग हैं और इधर जितने लोग हैं सबके बारे में सोचकर मैंने परमेश्वर को धन्यवाद करता हूँ. ഞാൻ അറിഞ്ഞത് 50 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നൽകിയ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയോടെ ആരംഭം കുറിച്ച ഒരു പ്രസ്ഥാനമാണ്. ये जो संस्था है लगभग 25 साल से लेकर उससे पहले से ही उससे और समय से लेकर एक दर्शन के साथ इस संस्था को शुरू किए हैं. ഇതിന്റെ സ്ഥാപകൻ പ്രിയ പിതാവ് ഈ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നു. उसका इस संस्था का स्थापक प्रिय हमारा सर भी हमारा साथ इस झुंड में मिले हैं. അദ്ദേഹം ഒരു വലിയ ദർശനത്തിന്റെ ഉടമസ്ഥനാണ്. वो एक बड़ा दर्शन का एक मालिक है. 50 വർഷമൊക്കെ ഒരു പ്രസ്ഥാനത്തെ ഇത്ര ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് വലിയ കാര്യമാണ്, ദൈവത്തിന്റെ കൃപയാണ്. 50 साल तक इस संस्था को, ऐसा वाला संस्था को अगुवाई करते हुए आगे चलाना परमेश्वर की महिमा के लिए और वो ये बहुत बड़ा एक काम है. എനിക്ക് ഈ പ്രസ്ഥാനത്തിന്റെ പേര് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ പേര് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു വലിയ തണുപ്പുണ്ടായി. इस संस्था का जो नाम है वो मैंने बहुत पसंद करता हूँ. जब मैंने इस संस्था का नाम पढ़ा था तब मेरा जीवन में एक ठंडेपन मैंने महसूस किया. प्रत्याशा दीपम. प्रत्याशा दीपम है. मनोहरമായ പേരാണ്. बहुत खूबसूरत नाम मिला है. ദൈവം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. प्रियजनों को परमेश्वर और अनुग्रह करने पाए. പ്രിയ സോളമൻ പാസ്റ്റർ തന്റെ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. प्रिय सुलेमान पास्टर और उनका परिवार के बारे में सोचकर मैंने परमेश्वर को धन्यवाद करता हूँ. കർത്താവിന്റെ ദാസനോട് ചേർന്ന് വിവിധ സ്ഥലങ്ങളിൽ ഒരുമിച്ച് ദൈവവചനം ശുശ്രൂഷിക്കാൻ അവസരം ലഭ്യമായിട്ടുണ്ട്. प्रभु का दास के साथ अलग-अलग जगहों पर परमेश्वर के वचन का घोषणा करने के लिए मुझे भी मौका मिला है. തന്റെ പ്രിയപ്പെട്ടവളാണ് സങ്കീർത്തനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിച്ചത്. प्रिय पास्टर का सार का बीवी ने आज हमारा सामने भजन संगीता से घोषणा की थी. ദൈവവചനത്തിലെ ജ്ഞാനമുള്ള ഒരു സഹോദരിയാണ്. परमेश्वर के वचन से ज्ञान पाए हुए एक स्त्री, एक व्यक्ति है. വളരെ അടുക്കും ചിട്ടയോടും കൂടിയാണ് ദൈവത്തിന്റെ വചനം പ്രബോധിപ്പിച്ചത്. बहुत अच्छी रूप से इधर आकर परमेश्वर के वचन से बताकर चली गई है. കർത്താവിന്റെ ദാസന് ഈ വേദിയിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. പ്രിയപ്പെട്ടവള് ദൈവവചനം സംസാരിക്കുന്നു. അവരുടെ പിതാവ് ഇവിടെയുണ്ട്. എത്ര സന്തോഷമാണ്. कितना अच्छी खुशी का बात है. प्रभु का दास इधर गीत में अगुवाई करते हैं और उनका बीवी ने हमसे वचन से बातें की और उनका पिता भी इधर शामिल है. कितना खूबसूरत, कितना अच्छी बात है. നിങ്ങളെല്ലാവരെയും ഞാൻ വളരെ സന്തോഷത്തോടെ വന്ദനം ചെയ്യുന്നു. इधर आए हुए सभी जनों को बहुत आनंद के साथ मैंने स्वागत करता हूँ. ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. इधर स्कूल में पढ़ने वाला बच्चे लोग हैं. ബൈബിൾ സ്കൂളിലെ വിദ്യാർത്ഥികളുണ്ട്. बाइबल स्कूल में पढ़ाई करने वाला विद्यार्थी जन है. കർത്താവിന്റെ വേലയിലായിരിക്കുന്നവരുണ്ട്. प्रभु का सेवकाई में जो लोग हैं वो लोग भी इधर मौजूद है. വിശ്വാസികളുണ്ട്. विश्वासी जन भी इधर मौजूद है. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകത്തക്ക നിലയിലാണ് ദൈവത്തിന്റെ വചനം ഞാൻ ശാന്തമായിട്ട് ഈ രാത്രിയിൽ നിങ്ങളുമായിട്ട് ऐसे ही मैंने आज रात का इस प्रचार को सभी जनों को, सारे लोगों को समझ आने की जैसे ही मैंने घोषणा करना चाहता हूँ. അല്പനിമിഷത്തെ ദൈവത്തിന്റെ വചനത്തിന്റെ ധ്യാനത്തിനായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനമാണ്. आदि चौड़ी समय की चिंता के लिए, मनन के लिए मैंने आपको एक वचन से परिचय करता हूँ, या हम एक वचन लेंगे और अपोस्तल प्रेरित पौलुस से लिखित एक पत्री है, तीतुस का पत्री है. അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 8-9 വചനങ്ങളാണ്. Titus, the letter of Paul to Titus, chapter 1, verse 8, 9 and 10. ഞാൻ ആ വചനം നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. वो वचन मैंने आप लोगों को पढ़ के सुनाना चाहता हूँ.
അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പദ്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യവചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. मैंने आप लोगों के लिए इंग्लिश में पढ़ना चाहता हूँ टाइटस चैप्टर 1 वर्स 8 and 9. But hospitable, a lover of good, self-controlled, upright, holy and disciplined, he must hold firm to the trustworthy word of God, so that he may be able to give instruction in sound doctrine and also to rebuke those who contradict it. നല്ല വചനത്തിനായിട്ട് നമ്മുടെ കൈകൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വം. इतना अच्छे वचनों को मिला, हाथ उठाकर धन्यवाद कीजिए. നമ്മുടെ കരങ്ങളെല്ലാം സ്വർഗ്ഗത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് ഉയർത്തി പിടിക്കുക. और थोड़ी समय के लिए हमारा हाथ स्वर्ग की ओर हम ऊंचा ऐसा खड़ा करते हैं. ഈ കരം ഉയർത്തുന്നതിന് ഒരു വലിയ അർത്ഥമുണ്ട്. इस हाथ ऐसा ऊंचा करना, इसका भी एक बहुत बड़ा मतलब ही है. പണ്ടുകാലങ്ങളിൽ ഒരു ദാസൻ യജമാനനെ കാണുമ്പോൾ ആദ്യം ചെയ്യുന്നത് യജമാനന്റെ മുമ്പിൽ തന്റെ രണ്ട് കരവും ഇങ്ങനെ ഉയർത്തി പിടിക്കും. पुराने जमाने में एक दास उनका मालिक को मिलने के समय वो मालिक के सामने जाकर उनका दोनों हाथ ऐसा उठा के रखते हैं. യജമാനന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച ദാസന്റെ കരം യജമാനനോട് മൂന്ന് കാര്യമാണ് പറയുന്നത്. इस ऐसा मालिक के सामने दास ने हाथ उठाते हुए खड़े होने के समय ये बातें तीन अलग अलग बातों को वो मालिक से बताते हैं. ഒന്ന്, യജമാനനെ എന്റെ കരങ്ങൾ ശൂന്യമാണ്. उसका पहला बात ये है मालिक मेरा हाथ शून्य है. രണ്ട്, യജമാനനെ ഞാൻ പൂർണ്ണമായി നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. दूसरी बात है मालिक मैंने आपके सामने पूर्ण रूप से समर्पण किया हूँ. മൂന്ന്, യജമാനനെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തും എന്നിൽ ചെയ്യ്. ऐसा हाथ रहने का तीसरी बात है मालिक आप जो पसंद करता है मेरे जीवन से वही मेरा जीवन में करना. പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും ശാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും ചുടുചോര വില കൊടുത്ത് നമ്മെ വീണ്ടെടുത്ത വലിയ യജമാനനാകുന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. प्रीचनों हमसे पाप से और शाप की बंधुआई से छुड़ाने वाला, उनका लहू देते हुए छुड़ाने वाला वो परमेश्वर हमारा साथ आज इधर है. അവന്റെ മുമ്പിൽ നമ്മുടെ കരം ഉയരുമ്പോൾ उनके सामने हमारा हाथ ऐसे उठाने का समय നമ്മുടെ കരത്തിന്റെ ശൂന്യത അവൻ അറിയും. हमारा हाथों की हाथ शून्य है वो जानते हैं. നമ്മുടെ സമർപ്പണത്തിന്റെ ആഴം അവൻ അറിയും. हम कितना गहराई से समर्पण किए हैं वो भी उन्होंने जानते हैं. അവൻ ഇഷ്ടമുള്ളതുപോലെ ഇന്ന് രാത്രി അവൻ നമ്മളെ പണി. उनका जैसा और जो जैसा पसंद करता है वैसा हमको और बनाना वो शुरू करते हैं. അവിടുത്തെ മുമ്പിലേക്ക് നമ്മുടെ കരങ്ങളോ ഹൃദയങ്ങളോ ഒന്ന് സമർപ്പിച്ചൊന്ന് ഉയർത്തിപ്പിടിക്കും. इसलिए हम हाथ सब लोग मिलके हाथ ऊंचे करते हुए थोड़ी समय हम समर्पण करेंगे. മലയാളത്തിൽ ഒരു പഴയ പാട്ടുണ്ട്. मलयालम में ऐसा एक गीत है पुराना जमाने ഒരു में. വരി ഞാനൊന്ന് പാടാം. उसका पहला एक लिरिक्स में पास्टर ने गाना चाहते हैं. ദൈവവചനം ശുശ്രൂഷിക്കും. उसके बाद वचन से हम घोषणा करेंगे. കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. हाथ ऐसे ही ऊंचा करना चाहिए. കണ്ണുകളെല്ലാം അടച്ചാട്ടെ. आप लोग का आंख बंद कीजिए. നമ്മൾ മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവത്തിന്റെ മുമ്പിലാണ് ഇന്ന് രാത്രിയായിരിക്കും. हम मनुष्य के सामने नहीं, हम परमेश्वर के सामने आज इधर मौजूद है. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. परमेश्वर का उपस्थिति आज हमारा बीच में इस रात में है. നമ്മെ ഒന്ന് സമർപ്പിച്ചു. हम खुद को समर्पण करेंगे. ഓ നിന്നിഷ്ടം ദേവാ ആയിടട്ടെ, ഞാനോ മൺപാത്രം നിൻ കരത്തിൽ. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടുത്തെ കരത്തിൽ തരുന്നു. परमेश्वर हम एक मिट्टी के समान हम खुद को आपके हाथों में हम समर्पण करते हैं प्रभु. വചനത്തിലൂടെ ഇന്ന് രാത്രി ഞങ്ങളെ പണിയണമേ. वचन से हमको बनाना परमेश्वर. ഞങ്ങളോട് സംസാരിക്കണം. हमसे बातें कीजिए परमेश्वर. വചനത്തെ വാഴ്ത്തി വിശുദ്ധീകരിച്ച് ജീവന്റെ അപ്പമായിട്ട് ഞങ്ങൾക്ക് നൽകി തരണം. इस वचन को प्रभु आप और पवित्र करते हुए प्रभु एक जीवन की रोटी की समान हमको देना प्रभु. യേശുവിൻ നാമത്തിൽ തന്നെ यीशु मसीह का नाम ആ में. കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ ശക്തിയോടെ ഒന്ന് മഹത്വം. अच्छा से हाथ उठाते हुए परमेश्वर को धन्यवाद देंगे. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കും. आप लोग प्रार्थना के साथ मुझसे ध्यान से सुनिए.
നമ്മൾ വായിച്ച വചനം നിങ്ങൾക്ക് പരിചിതമാണെന്ന് കരുതുന്നു. जो वचन अभी हम पढ़े हैं वो वचन आप सब जानते हैं करके मैंने आशा करता हूँ. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. तीतुस का पत्री उसका पहला अध्याय टाइटस चैप्टर 1 उसका 8 और 9 वर्सेस हम पढ़े हैं. ഞാൻ ഈ തീത്തോസിന്റെ ലേഖനത്തെ കുറിച്ച് ഒരു വാക്ക് നിങ്ങളോടൊന്ന് പറയാം. तीतुस का पत्री के बारे में ये बातें मैं आपसे बांटना चाहता हूँ. ഇവിടെ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും കൂടി ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. इधर बाइबल कॉलेज में पढ़ने वाला विद्यार्थी जन भी है इसलिए मैंने बताना चाहता हूँ. നാം എല്ലാവരും സമയം കണ്ടെത്തി വായിക്കേണ്ടിയ ഒരു ലേഖനമാണ് തീത്തോസ്. हम सभी लोग समय निकालकर पढ़ाई करने वाला और पढ़ने वाला एक वचन एक पत्री है तीतुस का पत्री. അച്ചടക്കമുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന് एक अच्छा जिंदगी और एक अच्छा मसीह जीवन के लिए ഗൗരവമുള്ള ഒരു ശുശ്രൂഷ ജീവിതത്തിന് एक अच्छा एक गौरवशाली सेवकाई का जीवन के लिए വേണ്ടുന്ന എല്ലാ പ്രബോധനങ്ങളും ദൈവാത്മാവ് നിറച്ചു വെച്ചിരിക്കുന്ന മനോഹരമായ ഒരു ലേഖനമാണ് തീത്തോസ്. ऐसा वाला जीवन के लिए जितना बातें हमारे जीवन में जरूरत है वो सीख की बातें इधर तीतुस का पत्री में लिख के रखा है. സാധാരണ ഈ ലേഖനങ്ങള് തിരഞ്ഞെടുക്കാറുള്ളത് ഇത്തരത്തിലുള്ള യോഗങ്ങളിലല്ല. ऐसा वाला पत्रियों को ऐसा वाला झुंड में हम नहीं लेता है. തീത്തോസിന്റെ ലേഖനം സാധാരണ തിരഞ്ഞെടുക്കാറുള്ളത് സുവിശേഷ വേലക്കാരുടെ മീറ്റിംഗിലാണ്. तीतुस का पत्री से हम घोषणा करते हैं जो लोग सेवकाई में जाते हैं उनका बीच में. ഞാൻ മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളിലൊക്കെ വേലക്കാരുടെ വിശേഷാലുള്ള യോഗങ്ങളില് അതിഥികളായി വരുന്നവരെ ഈ ലേഖനത്തെ പഠിപ്പിക്കുന്നതും പ്രബോധിപ്പിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. जो जगह पे मैंने पहले सेवा किया हूँ वहाँ जब सेवक लोगों का झुंड होता है उनके सामने आने वाला नेता लोग इस वचन लेकर उनको सिखाते हुए मैंने देखा हूँ. അപ്പോൾ സുവിശേഷ വേലക്കാരുടെ മീറ്റിങ്ങുകളില് ധ്യാനത്തിനായിട്ടും പഠനത്തിനുമായിട്ടും ഒക്കെ തിരഞ്ഞെടുക്കുന്ന ലേഖനമാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ പൊതുപ്രഭാഷണത്തിന് ആധാരമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. सेवक जनों का झुंड में या मीटिंग में या मंडली में सुनने वाला एक लेने वाला एक पत्री आज रात का समय में हम इधर चुने हैं. തീത്തോസിന്റെ ലേഖനം നമ്മൾ ശാന്തമായിട്ടൊന്ന് ധ്യാനിച്ചാൽ तीतुस का पत्री हम शांत रूप से ध्यान किया तो പൗലോസിന്റെ 3 ഇടയ ലേഖനങ്ങളിൽ ഒന്നാണ് തീത്തോസിന്റെ ലേഖനം. पौलुस का 3 चरवाहा और चरवाही पत्रियों में से एक है तीतुस का पत्री. മറ്റൊരു ഇടയ ലേഖനമായ 1 തീമോഥെയോസിന്റെ ലേഖനത്തോട് സമാന സ്വഭാവമുള്ള ലേഖനമാണ് തീത്തോസിന്റെ ലേഖനം. पहला तिमोथी के समान आने वाला और एक पत्री है तीतुस का पत्री. ഈ ലേഖനങ്ങളിലെല്ലാം ഈ 3 ലേഖനങ്ങളിലെയും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സഭാഭരണമാണ്. इन 3 पत्रियों में भी मुख्य विषय ये है कलीसिया कैसा संभालना है और चलाना है. ശുശ്രൂഷകന്മാർക്കുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയ പ്രബോധനങ്ങളാണ്. सेवक जनों के लिए जो सीख का जरूरत है वो बातें इसमें अंदर उपदेश इसमें लिखा है. അതുകൊണ്ടാണ് നമ്മൾ വേലക്കാരുടെ മീറ്റിംഗില് ഈ ലേഖനം സാധാരണ തിരഞ്ഞെടുക്കുക. इसलिए सेवक जनों का झुंड में हम इस पत्री को लेकर प्रचार करते हैं. വായിച്ചത് തീത്തോസിന്റെ ലേഖനമായതുകൊണ്ട് തീത്തോസിനെ കുറിച്ച് ഒരു വാക്കൊന്ന് പറയാം. हम तीतुस का पत्री से पढ़े हैं इसलिए तीतुस के बारे में एक बात मैंने बताना चाहता हूँ. ആരാണ് തീത്തോസ്? ആരായിരുന്നു തീത്തോസ്? നിങ്ങൾ അറിയണം. तीतुस पहले कौन था और तीतुस कौन है? ഒരു യവനായ പശ്ചാത്തലത്തിൽ നിന്നും യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് വന്ന ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു തീത്തോസ്. एक यहूदी परिवार से यीशु मसीह को स्वीकार करते हुए परिवर्तन होकर यीशु मसीह पर विश्वास करने वाले व्यक्ति था तीतुस. പ്രായം കൊണ്ട് പൗലോസിനേക്കാൾ തീത്തോസ് ഒരുപാട് ഇളയതാണെങ്കിലും പൗലോസ് തീത്തോസിനെ വിളിച്ചത് മകനെന്നാണ്. हम तीतुस के बारे में सोचा तो पौलुस से तुलना करके देखा तो वो बहुत छोटे हैं लेकिन पौलुस उनको बेटा करके बुलाया है. കാരണം പൗലോസിന്റെ ശുശ്രൂഷയുടെ ഫലമായിട്ട് വിശ്വാസത്തിലേക്ക് വന്നയാളാണ് തീത്തോസ്. क्योंकि पौलुस की सेवकाई की वजह से मसीह में आए हुए व्यक्ति है तीतुस. അപ്പോൾ പൗലോസിന്റെ ശുശ്രൂഷയുടെ ഫലമായിട്ട് വിശ്വാസത്തിലേക്ക് വന്ന തന്റെ വാത്സല്യ മകനായ തീത്തോസിനെ ऐसा है तो पौलुस की सेवकाई की वजह से यीशु मसीह पर विश्वास किए हुए उनका बेटे के समान तीतुस കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അന്ന് ദൂരെ ക്രേത്ത എന്ന ദ്വീപിലെ സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് उनका ऊपर हाथ रखते हुए प्रार्थना कर उनको अनुग्रह देते हुए क्रेता करके एक ठाकुर में उनका सेवकाई के लिए भेजा है. ആ സമയം പൗലോസ് തീത്തോസിന് നൽകുന്ന ഗൗരവമേറിയ ഒരുപിടി പ്രബോധനങ്ങളാണ് നിങ്ങൾ വായിച്ചു കേൾപ്പിച്ചത്. उस समय तीतुस से पौलुस ने कुछ गौरव
कुछ मुख्य बातें बताए थे वो आपके सामने आज पढ़ के सुनाया है അതിലൊരു പ്രബോധനമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ, ചർച്ച ചെയ്യുവാൻ, ചിന്തിപ്പാനൊക്കെ उसमें से एक उपदेश मैंने आपके सामने बांटते हुए चर्चा करते हुए आपसे बताना चाहता है। അപ്പൊ പൗലോസിന്റെ ശുശ്രൂഷയുടെ ഫലമായിട്ട് വിശ്വാസത്തിലേക്ക് വന്ന തന്റെ വാത്സല്യ മകനായ തീത്തോസിനെ കരം വെച്ച് പ്രാർത്ഥിച്ച് ക്രേത്ത ദ്വീപിലേക്ക് അയക്കുമ്പോൾ बात ये है क्रेता करके टापू में जब पौलुस ने तीतुस को प्रार्थना कर भेजने का उस समय പൗലോസ് തന്റെ മകനായ തീത്തോസിനോട് പറയുകയാണ്, पौलुस उनका बेटा समान और तीतुस से ऐसा बताया है, മോനെ തീത്തോസേ, बेटा तीतुस, ഒന്ന് നീ അതിഥിപ്രിയനും രണ്ട് സൽഗുണപ്രിയനും उसकी पहले बात लिखा है तू अतिथि लोगों को तू सेवा करना है, മൂന്ന് സുബോധശീലനും നാല് നീതിമാനും उसका दूसरी बात है तू अच्छी बातों पर प्यार रखने वाला और तीसरी बात है संयम रखने वाला, एक अच्छा जिंदगी जीने वाला, അഞ്ച് നിർമ്മലനും ആറ് ജിതേന്ദ്രിയനും एक अच्छा व्यक्ति और अच्छा जीवन जीने वाला एक व्यक्ति तू होना है, ഏഴ് പത്യോപദേശത്താൽ പ്രബോധിപ്പിക്കാനും उसका सातवां बात ये है अच्छी वचन को अच्छी रूप से प्रबोधन उपदेश देने वाला, എട്ട് വിരോധികൾക്ക് ബോധം വരുത്തുവാൻ ശക്തനാകേണ്ടതിന് जो लोग विरोध करता है उनको भी ज्ञान देने का शक्ति पाने के लिए, ഒൻപത് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവൻ ആയിരിക്കും। नवी बात यह है विश्वास की अच्छा वचन को अच्छे से दृढ़ से पकड़ने के लिए तू योगी बनना है। അവ പൗലോസ് തീത്തോസിന് നൽകുന്ന 9 പ്രബോധനങ്ങളിലെ 9ാമത്തെ പ്രബോധനമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്। जैसे ही पौलुस ने तीतुस को दिए हुए 9 उपदेशों में से 9वीं उपदेश मैंने आपको आपके सामने परिचय करना चाहता हूँ। ആ പ്രബോധനം എന്താണ്? वो उपदेश क्या है? ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിക്കുന്നവനായിരിക്കും। उपदेश के अनुसार जो विश्वास की वचन है उसको दृढ़ रूप से अच्छे रूप से पकड़ने वाला जीवन। ആ പ്രബോധനത്തിന്റെ അവസാനത്തെ പദമാണ് ഞാനൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്। वो वचन का और उपदेश का अंतिम वचन अंतिम शब्द को मैंने आपके सामने बताना चाहता हूँ, उसके बारे में बताना चाहता हूँ। മുറുകെ പിടിക്കുന്നവൻ ആയിരിക്കുക। अच्छे रूप से उसको वचन को पकड़ने वाला व्यक्ति बनना है। അപ്പോൾ ഇന്ന് രാത്രിയിൽ അല്പനിമിഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം आज रात में कुछ समय के लिए आपसे बताने के लिए और आपके सामने घोषणा करने वाला संदेश ये है, മുറുകെ പിടിക്കുന്നവർ ആയിരിക്കുക എന്ന സന്ദേശം। बहुत अच्छी रूप से वचन को पकड़ने वाला हम होना है करके संदेश है। ആമേൻ, आमीन। അപ്പൊ ഈ വാക്യത്തിലെ ധ്യാനത്തിലൂടെ മുറുകെ പിടിക്കുന്നവരായിരിക്കുക എന്നൊരു ദൂത് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു। इस वचन से अनुसार एक संदेश परमेश्वर की आत्मा ने मेरे हृदय में डाला है और संदेश ये है वचन को बहुत अच्छी रूप से पकड़कर जीने वाला हम होना है। ഞാൻ ആ ദൂതിനെ ധ്യാനങ്ങൾക്കായിട്ട് പ്രാർത്ഥനകൾക്കായി ദൈവമുൻപാകെ സമർപ്പിച്ചപ്പോൾ मैंने इस संदेश को प्रार्थना के साथ और ध्यान करने के समय प्रार्थना के साथ परमेश्वर के हाथों में समर्पण किए थे। അതിനെ രണ്ട് ഭാഗമായിട്ട് ദൈവാത്മാവ് എനിക്ക് തിരിച്ചു തരുവാനാണ്। इस बातों को 2 अलग भागों में विभाजन करके परमेश्वर ने मुझे दिया है। ഒന്ന് മുറുകെ പിടിപ്പാൻ പാടില്ലാത്തത്, तो उसका पहली बात ये कुछ बातें हैं हमारे जीवन में हम उसको पकड़ के रखने का नहीं है, രണ്ട് മുറുകെ പിടിക്കേണ്ടത്। दूसरी बात है उसको अच्छी रूप से पकड़ के रखने का ही। വീണ്ടും അതിനെ ദൈവസന്നിധിയിൽ ധ്യാനങ്ങൾക്കായി പഠനങ്ങൾക്കായി പ്രാർത്ഥനകൾക്കായി സമർപ്പിച്ചപ്പോൾ और उसके बाद में मैंने इस बातों को इस विभाजन किए हुए बातों को प्रार्थना के साथ परमेश्वर के हाथों पे देने का समय മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ हम जो बातें हमारे जीवन में अच्छी रूप से या दृढ़ रूप से नहीं पकड़ने का है उसके बारे में बताया है। മുറുകെ പിടിക്കേണ്ടിയ 7 കാര്യങ്ങൾ हम अच्छी दृढ़ रूप से पकड़ने का कुछ बात हमारे जीवन में है, वो 7 बात है। എന്റെ ധ്യാനത്തിലൂടെ ദൈവാത്മാവ് എനിക്ക് മനസ്സിലാക്കി। मेरा ध्यान करने का समय मनन करने का समय परमेश्वर का आत्मा ने मुझे दिया है। അപ്പോൾ ഇന്ന് രാത്രി മുറുകെ പിടിക്കുന്നവരായിരിക്കുക എന്ന സന്ദേശത്തിൽ നിന്നുകൊണ്ട് आज रात का समय में दृढ़ रूप से पकड़ने का करके एक संदेश का शीर्षक से सामने हम खड़े होने का समय 2 ഭാഗങ്ങളാണ് നമ്മൾ അല്പമായി ധ്യാനിക്കുന്നത്। हम 2 अलग भागों के बारे में हम विवरण करने वाला है। മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യം, മുറുകെ പിടിക്കേണ്ടിയ 7 കാര്യം। दृढ़ रूप से हमारे जीवन में हम रखने वाला या पकड़ने वाला 7 बातें या नहीं रखने वाला 3 बातों के बारे में। അത് 2 ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുമ്പോൾ और 2 बातें मैंने आपके सामने घोषणा करने का समय നിങ്ങൾ ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു। आपका हृदय खोलकर हम परमेश्वर से प्रार्थना करने का है। കർത്താവേ, മുറുകെ പിടിപ്പാൻ പാടില്ല എന്ന് വചനം പറയുന്ന കാര്യങ്ങളോട് സമ്പൂർണ്ണമായി വിട പറയാൻ परमेश्वर जो
बातें मेरे जीवन में अच्छी दृढ़ रूप से पकड़ने का नहीं है, उन बातों को മുറുകെ പിടിക്കുവാൻ വചനം പറയുന്ന കാര്യങ്ങളെ ദൃഢമായി പിടിക്കുവാൻ दृढ़ रूप से पकड़ने के लिए जो बातें आप बोलते हैं प्रभु, उसको अच्छी रूप से पकड़ने के लिए അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ എന്നെ കേൾക്കണം. परमेश्वर आपकी कृपा हमारा जीवन में ऐसा देना परमेश्वर करके प्रार्थना के साथ बैठिए. അപ്പോൾ നമുക്ക് മുറുകെ പിടിക്കാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളിൽ ഒന്ന്, जो तीन बातें हम पकड़ने का दृढ़ रूप से हमारे जीवन में रखने का नहीं है, उसमें से पहली बात है പാപങ്ങളെ മുറുകെ പിടിക്കരുത്. हम पापों को पकड़ने का नहीं है, हमारे जीवन में रखने का नहीं है. അതിന്റെ വേദാധാരം രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 3-ാം വചനമാണ്. राजाओं का किताब उसका 3 अध्याय और उसके वहां लिखा है, രണ്ട്, പാർക്കുന്ന വീട് അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക സമ്പത്തിനെ മുറുകെ പിടിക്കരുത്. हमारा खुद का घर या संपत्ति को हम पकड़ के रखने का नहीं है. യോബിന്റെ പുസ്തകം 8:15. अय्यूब 8:15 में लिखा है. 3, വഞ്ചനകളെ മുറുകെ പിടിക്കരുത്. हम कुछ बातें और ऐसा वाला कुछ लालच की बात हमारे जीवन में नहीं रखने का है. യിരെമ്യാവ് 8:5. यिर्मयाह 8 उसका 5 वचन में लिखा है. അപ്പോൾ ഈ ദുഷ്ട ലോകത്തിൽ इस दुष्ट जगत पर ദൈവത്തിന്റെ മക്കളായ നമുക്ക് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത 3 കാര്യം മനസ്സിലായല്ലോ. परमेश्वर के जन जो हम हैं, हम 3 बातें जो बातें हमारे जीवन में नहीं रखने का है, आप समझ लिया होगा. പാപങ്ങളെ മുറുകെ പിടിക്കരുത്. पाप को नहीं पकड़ने का रखने का है. നമ്മുടെ സമ്പത്തിനെയും വീടിനെയും മുറുകെ പിടിക്കരുത്. हमारा संपत्ति हमारे घर को पकड़ते हुए नहीं रखने का है. വഞ്ചനകളെ മുറുകെ പിടിക്കരുത്. हमारा जीवन में जो लालच की बात है, उसको भी नहीं रखने का കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ हाथ उठाकर धन्यवाद कीजिए. ഇനി മുറുകെ പിടിക്കേണ്ട 7 കാര്യങ്ങളാണ്. 3 बातें रखने का है जीवन में, और 7 बातें हैं. ഒന്ന്, ദൈവഭക്തിയെ മുറുകെ പിടിക്കുക. परमेश्वर से भक्ति जो है उसको हम रखने का है. 2, ക്രിസ്തുവാകുന്ന തലയെ മുറുകെ പിടിക്കുക. भक्ति जो हमारा सिर है, उसको हम दृढ़ रूप से पकड़ने का है. 3, നല്ലത് മുറുകെ പിടിക്കുക. 3 बातें, तीसरा बात है अच्छी चीजों को हम रखने का है. 4, ദൈവ വചനത്തെ മുറുകെ പിടിക്കുക. चौथी बात है परमेश्वर का वचन को हम रखने का है हमारे जीवन 5, നിത്യ ജീവനെ മുറുകെ പിടിക്കുക. जीवन को हम पकड़ के रखने का है और रखने का है हमारे जीवन में. 6, പ്രത്യാശയുടെ ധൈര്യത്തെ പ്രശംസയെ മുറുകെ പിടിക്കുക. चौथी बात है हमारे जीवन में प्रत्याशा का जो बात है उसको हम रखने का है. 7, യേശുവിന്റെ നാമത്തെ മുറുകെ പിടിക്കുക. सातवीं बात है परमेश्वर यीशु मसीह का नाम को हम रखने का है हमारे जीवन കൈകൾ में. ഉയർത്തി ഒരു ഹല്ലേലൂയ आप പറയുക. उठाकर सभी को धन्यवाद कीजिए. ഇതെല്ലാം കൂടെ വിശദീകരിക്കാൻ ഇന്ന് രാത്രി നമുക്ക് നേരെയില്ല. सारी बातें बताने के लिए आज हमारा सामने समय कम है. 2 ഭാഗത്ത് നിന്ന് 1-2 കാര്യം വെച്ച് പറഞ്ഞൊരു ബാലൻസ് ഏരിയ നിർത്താം. मैंने 2 भागों से भी कुछ बातें 2 या 3 बातें बोलते हुए मैंने इधर तुलना करके इधर अब समाप्त करना चाहता हूँ. അവ ഈ ലോകത്തിൽ നമുക്ക് മുറുകെ പിടിപ്പാൻ പാടില്ല എന്ന് ബൈബിൾ പറയുന്ന ഒന്നാമത്തെ കാര്യം, इधर इस जगत पर जो बातें हमारे जीवन में हम नहीं रखने का है, उसमें से पहली बात പാപങ്ങളെയാണ്. पाप है. എന്താണ് പാപം? पाप मतलब क्या है? രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. दूसरा राजा का किताब उसका 3रा अध्याय 3रे वचन में ऐसा लिखा है. ആ വാക്യം ഞാനൊന്ന് പറയാം. वो वचन मैंने बताना चाहता हूँ. എന്നാലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യെരോബയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു. वहाँ लिखा है जो इस्राएल लोगों के जीवन में जो पाप करवाया है जेरोम का जो पुत्र के बारे में, और उसको पाप को छोड़कर जीवन जीना है करके लिखा है. നിങ്ങൾ മറന്നു പോകരുത്. आप लोग भूलना नहीं. നമുക്ക് ഈ ലോകത്തിൽ മുറുകെ പിടിപ്പാൻ പാടില്ല എന്ന് ബൈബിൾ പറയുന്ന ഒന്നാമത്തെ കാര്യം പാപങ്ങളെയാണ്. वचन जो बात हमको बताता है हम जीवन में नहीं रखने का है, उसमें पहली बात है पाप. എന്താണ് പാപം? पाप क्या है? ഞാൻ ഒരുപാടിടങ്ങളിൽ പ്രസംഗിക്കുന്ന ഒരു വിഷയമാണ് പാപവും പാപത്തിന്റെ പരിണത ഫലങ്ങളും പരിഹാര മാർഗങ്ങളെ. मैं बहुत जगह पर प्रचार घोषणा किया हूँ इस पाप और विषय के बारे में. അപ്പൊ എന്താണ് പാപം? पाप का मतलब क्या है? എന്താണ് പാപം എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. पाप मतलब क्या है करके पूछा तो बहुत आसानी रूप से बताया तो इतना ही है. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് पाप പാപം. का मतलब मैं इसे बताना चाहता हूँ जो बातें हम करने का है वो नहीं किया तो, या बातें हम नहीं करने का है वो किया तो वो पाप बन जाएगा. എന്താണ് പാപം എന്ന ചോദ്യത്തിന്റെ ഉത്തരം
വിട്ടാൽ ഗ്രീക്കിലേക്കോ ഹീബ്രുവിലേക്കോ മൂലഭാഷയിലേക്കോ ഒന്നും പോകണ്ട. पाप का मतलब क्या है करके सबूत या उसका उत्तर ढूंढने के लिए, जब उसका मतलब ढूंढने के लिए मूल भाषा में या यूनानी या हिब्रू भाषा में जाने की जरूरत नहीं है. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ आसान रूप से आसान भाषा में बताया तो മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും इंसान जो काम करने का नहीं है और करने का है वो नहीं किया तो ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് പാപം. जो बातें हम नहीं करने का है वो किया तो भी पाप बन जाएगा. ഇത് തന്നെയാണ് ഏദനിൽ സംഭവിച്ചത്. यही बात है आदम की वाटिका में भी हुआ था. അരുത് എന്ന ദൈവം പറഞ്ഞ കാര്യം മനുഷ്യൻ ചെയ്തു. नहीं करना करके परमेश्वर ने बोला वो बातें इंसान ने किए हैं. ബൈബിളിന്റെ ഭാഷ പറഞ്ഞാൽ बाइबल का भाषा में बताया तो മഹാദൈവത്തിന്റെ കൽപ്പനയെ ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യൻ നിരസിക്കുന്നതാണ്, തള്ളിക്കളയുന്നതാണ് പാപം. महापरमेश्वर का बातों कर उनका सृष्टि हम जो इंसान हैं, जब हम उनका आज्ञाओं को तिरस्कार करते हैं, पालन नहीं करते हैं, उसको बोलते हैं पाप. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. हालेलुया. പാപം എന്ന വിഷയത്തിൽ വേദപുസ്തകത്തിൽ നാം ഒരു അന്വേഷണം നടത്തിയാൽ पाप जो विषय है इसके बारे में हम पवित्र वचन में एक उसके वचन से खोज के देखा तो പാപത്തെ വ്യക്തമാക്കുന്ന 7 കാര്യമുണ്ട്. पाप के बारे में और अच्छी रूप से समझाने वाला और 7 बातें हैं. ഞാൻ വിശദീകരിക്കാമെന്ന് പറയാം. मैंने ज्यादा विवरण नहीं देता हूँ, लेकिन बताना चाहता हूँ. പലപ്പോഴും നമ്മുടെ ദൃഷ്ടിയിൽ ഭീകരമെന്ന് നമ്മൾ ചിന്തിക്കുന്ന വലിയ കാര്യങ്ങളൊക്കെയാവാം. हम जो कभी-कभी हमारे जीवन में सोचते हैं वो बहुत बड़ा काम है, चीजें करके सोचता है वही होगा पाप. കഴുത്ത് വെട്ടുന്നതാണ് പാപം. गला काटा तो पाप करके हम समझता है. കൊല്ലുന്നതാണ് പാപം. हम किसी को टोक कर उसको मारा तो भी पाप कर समझते हैं. മറ്റുള്ളവന്റെ സമ്പത്ത് അപഹരിക്കുന്നതാണ് किसी का പാപം. संपत्ति चोरी किया तो पाप है करके हम समझते हैं. നമ്മുടെ ദൃഷ്ടിയിൽ ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളൊക്കെയാ പാപം. हमारा नजरों में सोच में ऐसा वाला चीज को हम पाप समझते हैं. അത് മാത്രമല്ല പാപം, लेकिन वो सिर्फ नहीं है पाप. വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവത്തിന്റെ इस पवित्र परमेश्वर के सामने, വിശുദ്ധിക്ക് നിരക്കാത്ത विशुद्ध परमेश्वर के सामने जो पवित्र बातों को विरोध जो बात ഒരു ചെറിയ ചിന്ത പോലും, ഒരു ചെറിയ നോട്ടം പോലും, ഒരു ചെറിയ സംസാരം പോലും പാപമാണെന്നുള്ള കാര്യം ഇന്ന് രാത്രി നമ്മൾ മറന്നു छोटी പോകരുത്. सी बातें, छोटी सी चिंता या हमारा जीवन में सोच भी पाप है करके मैं रात के समय में आपको समझाता हूँ. അതാ ഞാൻ പറഞ്ഞ പാപം എന്ന വിഷയത്തിൽ വേദപുസ്തകത്തിൽ നാം ഒരു അന്വേഷണം നടത്തിയാൽ इसलिए मैंने बोला पाप करके विषय के बारे में वचन में हम खोज के देखा तो പാപത്തെ വിശദമാക്കുന്ന 7 കാര്യങ്ങൾ ബൈബിളിലുണ്ട്. पाप के बारे में और विवरण देने वाला 7 बातें वचन में हैं. അതൊന്ന് കേട്ടെ. വിശദീകരിക്കാതെ ഞാൻ ഒറ്റ ശ്വാസത്തിൽ ഒന്ന് പറയാം. ज्यादा विवरण नहीं देता हूँ, लेकिन मैं जल्दी बताना चाहता हूँ. ഒന്ന്, ഭോഷന്റെ നിരൂപണം പാപം തന്നെ. एक दुष्ट व्यक्ति का सोच भी पाप भी है. സദൃശവാക്യം 24:9 Proverbs chapter 24 का 9 वचन में लिखा है. രണ്ട്, വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തതൊക്കെയും പാപം തന്നെ. विश्वास से जो बातें नहीं आता है वो सारी बातें पाप है. റോമാലേഖനം 14:23 रोमियो का पत्री उसका चैप्टर 14 का 23 में लिखा है. 3, ഗർവമുള്ള കണ്ണ്, അഹങ്കാര ഹൃദയം, ദുഷ്ടന്മാരുടെ ദീപം പാപം തന്നെ. घमंडी आंखें या हृदय या दुष्ट लोगों का सोच भी पाप है करके वचन समझाता है. സദൃശവാക്യം 21:4 नीति वचन 24 का 4 वचन में लिखा है. 4, മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. हम भेदभाव किया तो भी पाप है करके लिखा है. യാക്കോബ് 2:9 जेम्स चैप्टर 2 वर्स 9 में लिखा है. 5, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവനത് പാപം തന്നെ. भलाई करने का आता है लेकिन नहीं किया तो वो भी पाप है करके वचन समझाता है. യാക്കോബ് 4:17 जेम्स चैप्टर 4 वर्स 17. 6, പാപം ചെയ്യുന്നവൻ അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. छठी बात ये है जो പാപം ചെയ്യുന്നവൻ അധർമ്മം ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. जो बात ये है जो व्यक्ति पाप करता है वो अधर्म करता है, जो बुरे काम करता है वो भी पाप है करके बताता है. 1 യോഹന്നാൻ 3:4 पहला यूहन्ना का पत्री उसका 3 का 14 वचन. 7 അനീതിയും പാപം തന്നെ. 7वीं बात ये है जो चीज है, जो अनीति है, जो अन्याय है वो पाप है. 1 യോഹന്നാൻ 5:17 पहला यूहन्ना का पत्री 5 उसका 17 वचन. ദൈവങ്ങളെ, परमेश्वर का लोगो, നമുക്ക് മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം പാപങ്ങളെയാണെങ്കിൽ हम जो बातें जीवन में नहीं रखने का है उसका पहली बात है पाप है. तो
എന്താണ് പാപമെന്ന് ഞാൻ പറഞ്ഞു. पाप क्या है मैंने आपको समझाया हूँ. പാപത്തെ വ്യക്തമാക്കുന്ന 7 കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് 1 തൊട്ട് 7 വരെ ഞാൻ വിവരിച്ചു. पाप के बारे में और विवरण देने वाला, ज्ञान देने वाला 7 बातें मैंने पवित्र वचन से आपसे बताया हूँ. ഇന്ന് രാത്രി ആ ഭാഗം ഞാൻ അവസാനിപ്പിച്ച് അടുത്ത ഭാഗത്തേക്ക് കയറുന്നു. मैंने वो बातों को वहाँ समाप्त करते हुए दूसरी बात में चलना चाहता हूँ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. आप ये बात समझने का है, മനുഷ്യാത്മാവിന്റെ മണ്ഡലത്തിലാണ് പാപമെന്ന വലിയ ദുരന്തം ഉണ്ടായത്. हम सोच सकता है इंसान का आत्मा के अनुसार इस पाप करके बहुत बड़ा बात है इस धरती पर हुआ है. എന്നാൽ ആ പാപമെന്ന മഹാദുരന്തത്തിന്റെ അനന്തരഫലം പ്രകൃതിയെ മുഴുവൻ ബാധിച്ചു. वो पाप करके जो बड़ा विपत्ति है उसकी फल पूरा जगत में फैला है. പ്രപഞ്ചത്തെ മുഴുവൻ ബാധിച്ചു. पूरे जगत में फैला है. ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ മുഴുവൻ ബാധിച്ചു. परमेश्वर का सृष्टि जो इंसान है सबका ऊपर फैल गया है. അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? उसकी वजह से परिणाम क्या हुआ है? സകല സൃഷ്ടികളും ശാപത്തിന്റെ കീഴിലായി പോയി. सारी सृष्टि शाप के अधीन में बन गई है. ജ്ഞാനിയായ ശലോമോൻ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ज्ञानी सुलेमान ने पुराने समय में ऐसी बातें कह चुका है, ഹാ മായ, सब माया है और सब व्यर्थ है. സകലതും മായ. सब सारी बातें व्यर्थ है. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിലുള്ള സകലതും മായ. धरती का ऊपर आसमान के नीचे सारी बातें जो है सब वैनिटी है, जो बातें व्यर्थ है. എന്താ സകലതും മായയായത്? क्यों सब बातें व्यर्थ बन गए हैं? പാപം. पाप की वजह से. പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നൊരു വാക്യമുണ്ട്. पौलुस ने रोमियो के पत्री में एक वचन ऐसा बताया है, बहुत गहराई का एक वचन है. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ ये सृष्टि के बारे में ऐसा बताया है जो नष्ट होने वाला चीजों का दास बन गया है. ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്ന ആശയോടെ ऐसा जिंदगी ये सृष्टि जी रहा है, परमेश्वर का लोगों का महिमा की और रोशनी से नया जीवन मिलेगा करके प्रत्याशा के साथ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. वो व्यर्थ की अधीन बन गए हैं. അങ്ങനെ പ്രിയ കുഞ്ഞുങ്ങളെ, ഈ ഭൂമിയിൽ വർദ്ധിച്ചു വരുന്ന സകല തിന്മകളുടെയും പിന്നിലെ കാരണം പാപമാണ്. ऐसे तो प्रिय बच्चे लोगों, प्रिय जनों, इस धरती पर बड़े बढ़ते आने वाला सारी चीजों का कारण ये है पाप. മറക്കരുത് കേട്ടോ. आप लोग भूलना नहीं. ഇവിടെ വർദ്ധിച്ചു വരുന്ന സകല തിന്മകളുടെയും പിന്നിലെ കാരണം എന്താ? ഉറക്കെന്ന് പറഞ്ഞേ. इधर आए हुए सारी बुराई का रीजन कारण क्या है आप लोग भी बताना. അങ്ങനെയെങ്കിൽ നമുക്ക് പോരാട്ടമുള്ളത് എന്തിനോടാണ്? ആ പാപത്തിന്റെ ശക്തിയോടാണ്. हम किससे मल्लयुद्ध करते हैं या युद्ध करता है? वो पाप की शक्ति से करते हैं. പാപത്തിന്റെ ശക്തിയോട് പോരാടാൻ നമുക്ക് കരുത്തു പകരുന്ന ഒരുവനുണ്ട്. वो पाप की शक्ति से युद्ध लड़ने के लिए ताकत देने वाला परमेश्वर हमारे साथ है. അവൻ പാപത്തെ തകർത്തവനാണ്. वो पाप को तोड़ दिया है. അവൻ പാപത്തെ ജയിച്ചവനാണ്. वो पाप के ऊपर विजय पाए हैं. അവനാണ് നമ്മുടെ കർത്താവ്. वो हमारा परमेश्वर प्रभु है. കരങ്ങൾ ഉയർത്തി അവിടുത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. हाथ उठाकर धन्यवाद कीजिए. ഹല്ലേലൂയ. हालेलुया. അപ്പൊ ഇവിടെ വർദ്ധിച്ചു വരുന്ന സകല തിന്മകളുടെയും പിന്നിലെ കാരണം പാപമാണ്. इधर बड़े होते आ रहा है सारे बुराई की चीजों का पीछे क्या है? वो पाप है. മനുഷ്യൻ മൃഗമാവുക. इंसान एक जानवर के समान बन रहा है പാപം. पाप की वजह से. ഇന്നലെ ഫേസ്ബുക്കിനകത്ത് ഒരു വാർത്ത കണ്ടല്ലോ. ഒരു മകൻ അമ്മയെ ഒരു ബാരലിനകത്ത कल एक फेसबुक से एक समाचार मैंने ऐसा सुना था या पढ़ा था, एक बेटा ने उनका माँ को एक टैंकी जैसे एक चीज का अंदर टैंक के अंदर डाल दिया. എന്നിട്ട് കോൺക്രീറ്റ് മിശ്രിതം അതിനകത്ത് ഒഴിച്ച് ഫിൽ ചെയ്തു. और टैंक को लेकर उसके ऊपर सीमेंट डालते हुए उसको पूरा भर दिया. എന്നിട്ട് നദിയിൽ ഒഴുക്കി. उसको लेकर नदी में डाल दिया. ഞാനത് കണ്ട് എന്റെ ഹൃദയം പിടഞ്ഞു പോയി. वो देखकर मेरा हृदय में बहुत निराश दुख हुआ था. ഈ സമീപ സ്ഥലത്ത് മദ്യപിച്ചു വന്നൊരു ചെറുപ്പക്കാരൻ 5 വയസ്സുള്ള മകളെ കനാലിലേക്ക് എടുത്തെറിഞ്ഞു. इधर हमारे आसपास एक जगह पर शराब पीते हुए पिता ने आकर 5 साल उम्र का बेटी को नदी में फेंक दिया करके भी हम समाचार पढ़े हैं. ആലപ്പുഴയിൽ ഒരു മനുഷ്യൻ സ്വന്തം അമ്മയെ തൊടിച്ചു കൊലപ്പെടുത്തിയിട്ട് നായെ കുഴിച്ചിടുന്ന പോലെ മുറ്റത്ത് കുഴിച്ചു. आलपुरा में इधर ही हमारे जिले में भी एक इंसान, एक बेटा ने माँ को मार के और माँ को लेकर एक कुत्ता में जैसे दफाता है वैसे ही दफा दिया. ഈ വർദ്ധിച്ചു വരുന്ന തിന്മകളുടെ പിന്നിലെ കാരണം എന്നാ? ये बुराई बढ़ते आ रहा है, उसका पीछे कारण क्या है?
ബൈബിൾ പറയുന്നു പാപമാണ്. बाइबल समझाता है पाप की वजह से है। എന്റെ പ്രിയപ്പെട്ടവരെ, സകല തിന്മകളുടെയും സകല തകർച്ചകളുടെയും പിന്നിലെ കാരണം പാപമാണെങ്കിൽ, मेरे प्रियजनों, सारी बुराई के पीछे, सारी दुष्ट कामों के पीछे पाप है। तो ആ പാപത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, और पाप के बारे में पंडित जन ऐसा समझाता है, പാപം ആത്മഹത്യയിൽ ആരംഭിച്ച്, पाप जो ऐसा है खुद को मारने से शुरू किया है, അത് വല്ലാത്ത പ്രാകൃതിയിൽ വളർന്ന് और बहुत बुराई में और बढ़ते आ रहा है, അത് ദൈവഹത്യയിൽ പരമകഷ്ടയിലെത്തി. वो परमेश्वर के सामने और परमेश्वर की नजर तक पहुंचा है। അതാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ ബലിമരണം. ऐसा हम समझ सकता है वही है हमारा प्रिय यीशु मसीह का क्रूस पर उन्होंने उनको खुद को बलि दिया था। വേദപുസ്തകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വിഷയമാണ് യേശുക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണം. परमेश्वर इस वचन के सबसे मुख्य एक विषय है हमारा यीशु मसीह का वो जो मृत्यु जो क्रूस पर हुआ था। ലോകം മുഴുവൻ ഇന്ന് ആവേശത്തോടെ പ്രസംഗിക്കുന്ന വിഷയമാണ് കാൽവറി ക്രൂസിലെ മരണം. इस धरती जगत पूरा मिलकर घोषणा करने वाला एक समाचार है, सुसमाचार है, वो क्रूस का मृत्यु, यीशु मसीह का मृत्यु के बारे में। യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂസിലെ മരണത്തിന്റെ കാരണം നമ്മളൊന്ന് അന്വേഷിച്ചാൽ, वो यीशु मसीह क्यों क्रूस पर मरा था करके उसका कारण क्या है हम खोज कर देखा तो നമ്മുടെ പാപമാണ് അതിന്റെ പിന്നിലെ കാരണം. हमारा पाप है उसका पीछे कारण हम समझ सकता है। ആമേൻ. आमीन। ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ക്രിസ്തു, कोई भी गलत काम नहीं किया वो यीशु मसीह ने, നിഷ്കളങ്കനായ ക്രിസ്തു, वो यीशु मसीह ने जो पवित्र है, നീതിമാനായ ക്രിസ്തു, जो नीति और पवित्र और विशुद्ध यीशु मसीह है, വിശുദ്ധനും പരിശുദ്ധനുമായ ക്രിസ്തു विशुद्ध और पवित्र यीशु मसीह है। എന്തിനൊരു കുറ്റവാളിയെ പോലെ ക്രൂശിൽ മരിച്ചു? क्यों वो क्रूस पर मरा था? ചിന്തിച്ചിട്ടുണ്ടോ? क्यों वो अपराधी के समान क्रूस पर मरा था? आप चिंता किया क्या? വലിയ കുറ്റം ചെയ്യുന്ന കുറ്റവാളിക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ക്രൂശ് മരണം. बहुत बड़ा गलत काम या पाप करने वाला एक व्यक्ति को मिलने वाला एक चीज है क्रूस का मृत्यु। അങ്ങനെയെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ക്രിസ്തു ഒരു കുറ്റവാളിയെ പോലെ എന്തിനു ക്രൂശിൽ മരിച്ചു? ऐसे तो कोई पाप नहीं किया, कोई बुरे काम नहीं किया, वो यीशु क्यों क्रूस पर मरा था? ഈ ബൈബിൾ പറയുന്നു, इस वचन हमको समझाता है നമ്മുടെ പാപനിമിത്തം. मेरी पाप या हमारी पाप की वजह से। ഹല്ലേലൂയ. हालेलुया। എത്ര നീതിമാനാണ് ക്രിസ്തു, कितना पवित्र था हमारा मसीह, എത്ര പരിശുദ്ധനാണ് ക്രിസ്തു. कितना पवित्र था हमारा यीशु मसीह। യേശു പരിശുദ്ധനാണ്. यीशु मसीह पवित्र है। എല്ലാവരും ഒന്ന് പറഞ്ഞേ, सारी जने बताना യേശു ആരാണ്? यीशु कौन है? പരിശുദ്ധൻ. वो पवित्र है। ഹല്ലേലൂയ. हालेलुया। പരിശുദ്ധനാണ്. वो यीशु मसीह पवित्र है, കുറ്റമില്ലാത്തവനാണ്, वो कोई पाप नहीं किया है, നീതിമാനാണ്, वो पवित्र विशुद्ध है, നിഷ്കളങ്കനാണ്, वो पवित्र है, തെറ്റില്ലാത്തവനാണ്. उनमें कोई गलत नहीं है, पाप नहीं है। മാനവികത, മനുഷ്യത്വത്തിന്റെ പൂർണ്ണത എന്താണെന്നറിയാൻ ഒരാളേ ഉള്ളൂ, യേശു. इंसान क्या है, इंसान का सोच क्या है समझने के लिए एक ही व्यक्ति है, वो यीशु है। യേശുവിന്റെ കയ്യിലേക്ക് ഒന്ന് നോക്ക്. यीशु के हाथों पर आप लोग देखना, പാപത്തിന്റെ കറയില്ല, उनके हाथों में पाप की कुछ बातें नहीं है, അശുദ്ധിയുടെ കറയില്ല, अशुद्धि का कुछ बातें नहीं है, അനീതിയുടെ കറയില്ല, अनीति का बातें नहीं है, വ്യഭിചാരത്തിന്റെ കറയില്ല, और कुछ गलत काम का व्यवसाय का बातें नहीं है, അധികാര മോഹത്തിന്റെ കറയില്ല, अधिकार के लिए वो सोचा नहीं है, അശുദ്ധിയുടെ കറവില്ല. अशुद्धि का बातें नहीं है, വിശുദ്ധനാണ് ക്രിസ്തു. वो पवित्र है। ഹല്ലേലൂയ പറഞ്ഞു. हालेलुया। 33 വർഷം ഈ ലോകത്തിൽ ജീവിച്ചിട്ടേ 33.5 साल इस धरती पर जगत पर जीने के बाद ഒറ്റ മനുഷ്യനോടും സോറി എന്ന് പറയാത്ത ഒരാൾ യേശുവാണ്. एक भी व्यक्ति के सामने जाकर क्षमा कीजिए करके नहीं बोला यो यीशु मसीह। ഹല്ലേലൂയ. हालेलुया। അതുകൊണ്ടാണ് മോഹൻ റോയ് പറഞ്ഞത് അവിടുന്ന് വെളിച്ചം പോലെ യേശു. इसलिए मोहन रॉय ऐसे बताए थे, जो थियोलॉजी ने ऐसे बताए थे, आप भी एक बहुत बड़ा रोशनी के समान पवित्र है, കുഞ്ഞാട് പോലെ നിർദോഷിയാണ്, एक समान निर्दोष है आप, കുറുമ്പ്രാവ് പോലെ നിഷ്കളങ്കൻ. ये एक कबूतर के समान पवित्र है। അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, യേശുവിന്റെ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ സാക്ഷാൽ എന്റെ ഹൃദയ രക്തം കൊണ്ട് അവന്റെ പാദം ഞാൻ കഴുകും. इसलिए विवेकानंद भी ऐसे बताया है, अगर यीशु का युग में मैं जिया तो मेरा हृदय के लहू से मेरे उनकी वो लहू उनके लिए देना चाहता हूँ। അപ്പൊ എത്രയോ പാവനനാണ്, പരിശുദ്ധനാണ് ക്രിസ്തു. तो कितना पवित्र है हमारा यीशु। അവൻ
അവനെ വിസ്തരിച്ച ഒറ്റ കോടതികളിലെ ഒരു ന്യായാധിപന്മാർക്കും അവനിൽ ഒരു കുറ്റവും ചൂണ്ടിക്കാണിക്കാൻ उनको कितना कोर्ट में जाकर उनके बारे में योजना बनाया था, वो निर्दोष है, वो दोष है करके बोलना किससे नहीं हुआ। സിവിൽ കോടതികളിലും മതകോടതികളിലും ഒക്കെ അവനെ വിസ്തരിച്ചു. वो अलग अलग नियम का कोर्ट में भी उनको लेके जाकर खड़ा किया था। വിസ്തരിച്ച ജഡ്ജിമാരെ കൈവിടഞ്ഞു പറഞ്ഞത് കുറ്റമൊന്നുമില്ല. वो न्यायों भी उनको देखकर बोला इनमें कोई गलत नहीं है। കൈകൾ ഉയർത്തി യേശുവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാം. ഒരു കുറ്റമില്ല, उनमें कोई गलत नहीं है, कोई पाप नहीं है। ഈ പീലാത്തോസിന്റെ അരികിൽ യേശുവിനെ വിസ്താരത്തിനെ കൊണ്ടുവന്നു. पिलातुस के सामने यीशु मसीह को लेके आने का समय അയാള് യേശുവിനെ വിസ്തരിച്ചു. उन्होंने यीशु मसीह को कुछ परख कर देखे थे। വിസ്തരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പീലാത്തോസിന്റെ കയ്യിൽ ഒരു പട്ടാളക്കാരൻ ഒരു കത്ത് കൊണ്ടു കൊടുത്തു. वो परीक्षा करने का समय एक सेना ने पिलातुस के हाथ में एक पत्री पहुंचा था। വിസ്താരവേളയിൽ കൈ അപ്രതീക്ഷിതമായി കിട്ടിയ കത്ത്, മടക്കി കിട്ടിയ കത്ത്, वो जो पत्री उनके हाथ में पहुंचा, वो पत्री को लेकर അയാളിങ്ങനെ ആർത്തിയോടെ തുറന്നു വായിച്ചു. वो खोल के देखने के समय ആ കത്ത് ആരെഴുതിയതെന്നറിയാമോ? वो पत्री किसने लिखा था? പിലാത്തോസിന്റെ ഭാര്യ എഴുതിയ കത്ത്. पिलातुस का बीवी ने लिखा था। ആ കത്ത് ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടെ? वो पत्री में क्या लिखा था मैं पढ़ के सुनाता हूं, ശ്രദ്ധിക്കാമോ? आप लोग ध्यान से सुनना। ആ കത്തിൽ അവൾ എഴുതിയത്, वो पत्री में ऐसा लिखा था, പ്രിയരെ, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടന്നു. प्रिया, मैं कल रात सोने के लिए गया था, എനിക്ക് ഉറക്കം വന്നില്ല. मुझको नींद नहीं आया। നിദ്ര എന്റെ കണ്ണുകളെ തഴുകി, എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. नींद मेरा आंखों पर आया था, लेकिन मुझे सोना बिल्कुल नहीं हुआ। എന്തുകൊണ്ടാണ് എനിക്ക് ഉറങ്ങാൻ കഴിയാതെ പോയത്? मुझको नींद नहीं मिला, मैं सो नहीं पाया। നീ എന്റെ ഒപ്പമില്ലാഞ്ഞത് കൊണ്ടല്ല, तू मेरे साथ नहीं था इसलिए नहीं है, എനിക്ക് ഉറങ്ങാൻ കഴിയാതെ പോയത് मैं इसलिए नहीं सो पाया। ഇപ്പോൾ നീ വിസ്തരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ നീതിമാനായ മനുഷ്യന്റെ മുഖം കഴിഞ്ഞ രാത്രി മുഴുവൻ എന്റെ മുമ്പിൽ ഒരു സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുകയായിരുന്നു. अभी जो तेरा सामने जो व्यक्ति खड़ा है, जो पवित्र है, उनकी चेहरा मेरा सामने कल रात को आए थे, അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. इसलिए मैं सो नहीं पाया हूं। ആ സഹോദരി ആ കത്തെഴുതി നിർത്തി എങ്ങനെയാണെന്നറിയാം? वो बहन ने वो पत्री को ऐसे समाप्त किया। അതുകൊണ്ട് ആ നീതിമാനായ മനുഷ്യന്റെ കാര്യത്തിൽ നീ ഇടപെട്ടു പോകരുത്. इसलिए वो पवित्र व्यक्ति के जीवन के बारे में, उनके जीवन में तू कुछ बात नहीं करने का है। ഈ കത്ത് കണ്ണുറക്കെ വായിച്ചിട്ടായിരിക്കാം പീലാത്തോസ് പറഞ്ഞത്. वो पूरा पढ़ने के बाद पिलातुस बताया होगा, നിങ്ങൾ ക്രൂശിക്ക എന്ന് പറയുന്ന ഈ നീതിമാനായ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. तुम लोग क्रूस पे चढ़ाना करके बोलता है, उनमें कोई पाप मैं नहीं देखा हूं। നിങ്ങൾക്കറിയാമോ സ്വർഗത്തിലെ മൂപ്പന്മാർ എന്താ ചെയ്തത്? स्वर्ग का पुरोहित लोग क्या किए थे? അവർ തങ്ങളുടെ തലയിലെ കിരീടം അഴിച്ചു, वो लोग उनका मुकुट को नीचे रखा था, യേശുവിന്റെ പാദത്തിലേക്ക് വെച്ചു. यीशु मसीह का पाद में ऐसे रखे थे, എന്നിട്ട് കമണ് കടന്ന് വിളിച്ചു പറഞ്ഞ ഒരു ആരാധനാ ഗീതമുണ്ട്. घुटने टेकर ऐसा बताए थे, एक आराधना का गीत गाए थे। ആരാധനാ ഗീതം എന്താണെന്നറിയാമോ? आराधना का गीत क्या है पता है? എന്റെ രോഗം മാറുമെന്നല്ല, मेरा रोग से चंगाई मिलेगा करके नहीं, എന്റെ കടം മാറുമെന്നല്ല, मेरा मैं जो पैसा लिया हूं നീ എനിക്ക് വാതിലുകൾ വഴികൾ തുറക്കുമെന്നല്ല. मेरे लिए रास्ता खोलेगा, गाड़ी मिलेगा करके नहीं। അവര് വിളിച്ചു പറഞ്ഞ ആരാധനാ ഗീതം എന്താണെന്നറിയാമോ? वो लोग ऐसा पुकार के बताया था, गीत गाया था, കുഞ്ഞാടേ നീ പരിശുദ്ധനാണ്, बेटा तू पवित्र है, കുഞ്ഞാടേ നീ പരിശുദ്ധനാണ്. बेटा तू पवित्र है। അപ്പൊ യേശു ആരാണെന്നൊക്കെ പറഞ്ഞ് अब भाई यीशु मसीह कौन है, आप लोग बताना। പരിശുദ്ധനാണ്. वो पवित्र है। പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു നീതിമാൻ. पिलातुस का बीवी ने बताया वो पवित्र है। പീലാത്തോസ് പറഞ്ഞു നീതിമാൻ മാത്രമല്ല കുറ്റമില്ലാത്തവൻ. पिलातुस ने बताया सिर्फ पवित्र नहीं है, उनमें कोई गलत काम नहीं है, पाप नहीं है। മൂപ്പന്മാര് പറഞ്ഞു വിശുദ്ധനാണ്, യോഗ്യനാണ്. बड़े लोग भी बताया ये भी विशुद्ध है, योगी है। ഈ ഞായറാഴ്ച രാത്രി കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയാമോ? ये रविवार का शाम का झुंड में इस सम्मेलन का मुख्य विषय क्या है पता ഈ है क्या? കസേരയെല്ലാം ഫില്ലായെന്നല്ല, इधर कुर्सी भरा करके नहीं, ഞാൻ രാവിലെ ഇവിടെ വന്നെന്നല്ല, मैं शाम को इधर नहीं आया करके ഈ नहीं। രാത്രി യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയാമോ? आज का बहुत बड़ा मुख्य बात ये है, ആ പരിശുദ്ധനായ ക്രിസ്തുവിന്റെ രാത്രി നമ്മുടെ वो നടുവിലുണ്ട്. पवित्र परमेश्वर हमारे सामने उतर के आए അവന്റെ हैं। സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ उनका उपस्थिति कितने लोग महसूस करता है, ആ കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തി बजाते हुए धन्यवाद कीजिए। ശക്തിയോടെ ശക്തിയോടെ കരങ്ങൾ അടിച്ച യേശുവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ताली बजाते हुए परमेश्वर को धन्यवाद कीजिए। അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മധ്യയുണ്ട്. उनका उपस्थिति हमारे सामने है। അവന്റെ സാന്നിധ്യത്തിന് നിന്റെ ബന്ധനങ്ങളെ അടിക്കാൻ കഴിയും.
കഴിയും. उनका उपस्थिति हमारे बंधन को तोड़ सकते हैं. അവന്റെ സാന്നിധ്യത്തിന് നിന്റെ കെട്ടുകളെ അടിക്കാൻ കഴിയും. हमारे जो हमने जो बातें बांध के रखा है उसको तोड़ അവന്റെ सकते हैं. സാന്നിധ്യത്തിന് നിന്റെ കൈപ്പുകളെ മധുരമാക്കാൻ കഴിയും. हमारा कड़वापन को मीठा बना सकता है. അവന്റെ സാന്നിധ്യത്തിന് നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കാൻ കഴിയും. हमारी समस्याओं को पूरा कर सकता है. അവന്റെ സാന്നിധ്യത്തിൽ നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയും. रोगों से चंगाई दे सकता है. അവന്റെ സാന്നിധ്യത്തിന് നിന്റെ കുടുംബത്തിന്റെ തകർച്ചകളെ മാറ്റാൻ കഴിയും. हमारा परिवार से टूटेपन को ठीक कर सकता ഇന്ന് है. രാത്രി വിശ്വസിക്കുക, യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. विश्वास करना परमेश्वर का उपस्थिति ले रहे हैं. ഹല്ലേലൂയ. हालेलुया. ഇത്ര പരിശുദ്ധനായവൻ इतना पवित्र है वो. വിസ്തരിച്ച ഒറ്റ കോടതികൾക്ക് ഒരു തെറ്റും ചൂണ്ടിക്കാണില്ല. इतना कोर्ट में उनको खड़ा किया था, कोई भी उनमें कोई गलत या पाप नहीं देख ഓ पाया. വിശുദ്ധിയുടെ ഉന്നത രൂപമായി वो पवित्र पवित्रता का एक रूप है वो. എന്തുകൊണ്ട് 2000 വർഷങ്ങൾക്കപ്പുറത്ത് കാൽവറിയിൽ പീഡകൾ സഹിച്ചു മരിച്ചു? लेकिन क्यों 2000 साल पहले बहुत सहते हुए वो क्रूस पर मरा था. അവന്റെ ശരീരത്തിലേറ്റ മുറിവുകളുടെ എണ്ണം 5480 മുറിവുകളാണ്. 5400 चोट उनका शरीर पर लगा करके हम वह देख सकता है. അവന്റെ പുറത്ത് മാത്രം 150 പരം ആഴമുള്ള മുറിവാ. 150 से बढ़कर बहुत बड़ा चोट घाव उनका जीवन का शरीर पे था. 17 മണിക്കൂർ വെള്ളം കിട്ടാതെ ദാഹിച്ചു വരണ്ടുപോയി. 17 घंटे तक उन्होंने बिना पानी बहुत सहन कर लिया था. 17 വലിപ്പമുള്ള മുള്ളുകൾ തലയോടിനകത്തേക്ക് ഇറങ്ങി. उनका सिर पर झाड़ियों को लेकर ऐसा रखा था मुकुट के समान. 150 കിലോ തൂക്കമുള്ള ക്രൂശ് തോളിൽ വെച്ചു. 150 किलो का बहुत बड़ा क्रूस उनका गले पे रखे थे. 350 പട്ടാളക്കാരവനെ അടിക്കുകയാണ്. 350 सेना लोग मिलकर उनको सता रहा है. 50 കുതിര പട്ടാളക്കാരവനെ അടിക്കുകയാണ്. 50 सेना लोग उनको और गहराई से सता रहा है. അത്രയേറെ പീഡകൾ സഹിച്ച് इतना सहते हुए पीड़ा को सहते हुए ക്രൂശും ചുമന്ന് കാൽവറിയിലേക്ക് നടന്നു. वो क्रूस को लेते हुए कालवरी का ओर चल रहा है. കാൽവറി ക്രൂശിൽ 3 ആണിമേൽ वो कालवरी क्रूस पर वो 3 किले के साथ 6.5 ലിറ്റർ രക്തം എന്ന് പറഞ്ഞാൽ അവസാനത്തുള്ളി രക്തം उनका अंतिम लहू थक देते हुए അവൻ നമുക്ക് വേണ്ടി മരിച്ചു. हमारे लिए मरा था. എന്തിനാണ് അവൻ തകർക്കപ്പെട്ടത്? वो क्यों खुद को ऐसा त्याग दिया था? എന്തിനാണ് അവൻ അടിയേറ്റത്? क्यों वो मारपीट खाया था? എന്തിനാണ് അവൻ മുറിവേറ്റത്? वो क्यों वो घाव उनके शरीर पर लिया था? എന്തിനാണ് അവന്റെ ശരീരത്തിലെ മുഴുവൻ രക്തവും ഊറ്റിത്തന്നത്? वो क्यों उनके शरीर का लहू हमारे लिए दिया था? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപനിമിത്തമാണ്. प्रियजनों, मेरा और आपका पाप की वजह से है. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. मेरा और आपका पाप की परिहार के लिए, उत्तर के लिए. ഇന്ന് രാത്രി പാപഭാരത്താൽ പിടയുന്ന ആരെങ്കിലും ഉണ്ടോ? आज रात पाप की दर्द से कितने लोग इधर है? कोई इधर है क्या? പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? पाप की परिहार के लिए कोई लोग इधर है क्या? ഒരു പരിശ്രമങ്ങളും നിങ്ങളുടെ പാപത്തിന് പരിഹാരം തരികയില്ല. कोई भी चीज किया था पाप से मुक्ति उधार नहीं देता ഒരു है. യാത്രകളും നിങ്ങളുടെ പാപത്തിന് പരിഹാരം कोई भी തരികയില്ല. यात्रा किया तो भी नहीं दे सकता ഒരു है. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നിങ്ങളുടെ പാപത്തെ कोई भी പരിഹരിക്കും. रीति रिवाज या कलिसिया को नहीं दे सकता है. നിങ്ങളുടെ പാപത്തെ പരിഹരിക്കുവാൻ ഒരു വഴിയുണ്ട്. आपके पाप से आपको छुड़ाना है तो एक ही रास्ता है. അത് നമ്മുടെ പാപം നിമിത്തം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാണ്. हमारे पाप की वजह से मरा था और दफाया गया था और जी उठा था वो यीशु मसीह. അതാണ് ബൈബിൾ പറയുന്നത്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. इसलिए वचन बताता है वो पुत्र यीशु मसीह का लहू हमारा पाप से उधार देते हुए हमको शुद्ध बनाता है. നിങ്ങളുടെ പാപം എത്ര കടുംചുമപ്പോ हमारा पाप कितना गहरा है तो भी നല്ല ഹിമം പോലെ അതിനെ വെണ്മയാക്കാൻ യേശുവിന്റെ कितना രക്തം. गहरा लाल रंग का है तो भी कितना अच्छा से व्हाइट कलर या उसको सफेद करना परमेश्वर से हो सकता है. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. आदरणीय का धन्यवाद कीजिए. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. और बात मैंने याद दिलाना चाहता हूँ. യേശുവിന്റെ പരിശുദ്ധ രക്തത്താല് കടികൾ പ്രാപിച്ചവരുണ്ട്. യേശുവിന്റെ രക്തത്താൽ കടികൾ പ്രാപിച്ചു. यीशु मसीह का बहुत लहू से कितने लोग को धोए गए हैं. യേശുവിന്റെ രക്തത്താലുള്ള കടികളിൽ ഒരു പാപക്ഷമ പ്രാപിച്ചവരുണ്ടോ? इधर आप लोग हैं, इधर कितने लोग हैं जो पवित्र यीशु मसीह का बहुत लहू से धोए हुए जन? അവരോട് എനിക്കൊരു കാര്യം പറയാൻ. उनको मैं एक बात बताना चाहता हूँ. യേശുവിന്റെ രക്തത്താലുള്ള കടികളിലൂടെ
यीशु मसीह के लहू से धोने के बाद, ശുദ്ധീകരണം പ്രാപിച്ച്, शुद्धिकरण होने के बाद, നീതീകരണം പ്രാപിച്ച്, पवित्रीकरण होने के बाद, വിശുദ്ധീകരണം പ്രാപിച്ച് विशुद्धिकरण होने के बाद, ദൈവത്തിന്റെ മക്കളോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, वो पर लोगों से मैं एक बात याद दिलाना चाहता हूँ, അനധിവിദൂര ഭാവിയിൽ കർത്താവ് വരും. जल्दी से यीशु मसीह आएगा. ഹല്ലേലൂയ. हालेलुया. യേശു എന്തിനാണ് വരുന്നത്? यीशु मसीह क्यों आएगा? യേശു വന്നു. यीशु मसीह आएगा क्यों? യേശു ഇവിടെ വന്നത് ഒരു പ്രാവശ്യത്തിലൂടെ വന്നത് यीशु मसीह इधर एक बार आए तो क्यों आए थे? കന്യകാമറിയത്തിന്റെ ഉദരം കടമെടുത്താണ്. वो मरियम का पेट पर उनका जन्म हुआ था. എന്തിനാണ് വന്നത്? क्यों आए थे? പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ. पाप से इंसान को बचाने के लिए. എന്നിട്ട് പാപിക്ക് വേണ്ടി മരിച്ചു. उसके बाद पापी के लिए वो मरा था. ഇനി യേശു വരുന്നത് എന്തിനാണ്? अभी क्यों आएगा? പാപിയെ രക്ഷിക്കാനല്ല, पापी को बचाने के लिए नहीं, വിശുദ്ധന്മാരെ ചേർക്കാനാണ്. विशुद्धता को लेने के लिए. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. हालेलुया. അതുകൊണ്ട് ബൈബിൾ കറയില്ലാത്ത, ചുളുക്കമില്ലാത്ത, മാലിന്യമില്ലാത്ത ഒരു കാന്തയെ ചേർക്കാൻ യേശുവിനെ വരുന്നത്. जिसमें पाप नहीं है, जो अपराधी है, जो बिना गलत जीवन जीता है, उनको लेने के लिए, वो कन्या को लेने के लिए वो आएगा. അതുകൊണ്ട് കറയും ചുളുക്കമൊക്കെ നമ്മളുണ്ടോ? हमारे जीवन में अशुद्ध बात है या बुराई का बात है क्या? ആരും അറിയാതെ പാപത്തെ താലോലിക്കുന്നുണ്ടോ? हम किसी को बोलता नहीं है, दिखाता नहीं है, पाप को अभी भी रखता है क्या? ആരും അറിയാതെ പാപത്തിന്റെ വഴികളിൽ അബദ്ധ സഞ്ചാരം നടത്തുന്നുണ്ടോ? पाप का रास्ता पर चलते हैं क्या? ഇവിടെ നമുക്ക് സന്തോഷിക്കാം, अभी हम कुछ आनंद मना सकता है, ആനന്ദിക്കാം, आनंद कर सकता है, ആരാധിക്കാം, आराधना कर सकता है, അഭിനയിക്കാം. हम नाटक कर सकता है. പക്ഷെ വരാൻ പോകുന്ന ദുരന്തം എന്താണെന്നറിയാമോ? आने वाला विपत्ति क्या है पता है क्या? യേശു വരും, यीशु आएगा, നമ്മൾ കൈവിടപ്പെട്ടു പോകും. हमको लेके जाएगा. ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ സംഭവം അടുത്ത ഏത് നിമിഷവും दुनिया സംഭവിക്കും. अभी तक जो बातें नहीं देखा है, ऐसा वाला एक संभव एक बात है, आने वाला है, देखने वाला है. ആ സംഭവം പ്രകൃതിയുടെ ദുരന്തമല്ല, वो हमारा जगत का विपत्ति नहीं है, കോവിഡിന്റെ വ്യാപനമല്ല, कोविड नहीं है, ഇനി വരാൻ പോകുന്ന ഒരു യുദ്ധമല്ല. अभी आने वाला युद्ध नहीं है. ആ സംഭവം നമ്മുടെ കർത്താവിന്റെ വരവാണ്. वो हमारा यीशु मसीह का आगमन है. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, यीशु मसीह उनका तुरैयों के साथ, ദൂതന്റെ ശബ്ദത്തോടെ, दूत की आवाज़ों के साथ, ദൈവത്തിന്റെ കാഹളത്തോടെ परमेश्वर का तुरैयों के ഇന്ന് साथ രാത്രി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് आज रात स्वर्गराज से उतर के आया था. അവന്റെ ഒപ്പം പോകുന്നവരിൽ ഞാനും കാണുമെന്ന് ഉറപ്പുള്ളവരിൽ ഹല്ലേലൂയ പറഞ്ഞു. साथ जाने वाला में मैं भी है करके तो आप हालेलुया बताना. ആ ഉറപ്പില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? अगर किसी को ये बातें पक्का नहीं है तो ഇതാണ് രക്ഷാദിവസം, आज ही है रक्षा का दिन, ഇതാണ് സുപ്രസാദകാലം. आज ही अच्छी दिन है. നിങ്ങളുടെ ആത്മാവിന്റെ നിത്യതയും രക്ഷയും ഉറപ്പുവരുത്തണം. आपकी आत्मा का आनंद जीवन या उद्धार या रक्षा को आप पक्का कीजिए. ബൈബിൾ ഭോഷ്കല്ല, സത്യമാണ്. पर इस वचन गलत नहीं है, ये सच है. ആമേൻ. आमीन. യേശു മിത്തല്ല, മിഥ്യയല്ല, സത്യമാണ്. यीशु मसीह सिर्फ एक कहानी नहीं है, सच्चाई की बात है. യേശു ഇന്നും ജീവിക്കുന്ന यीशु ദൈവമാണ്. मसीह आज भी जिंदा परमेश्वर है. മരണം സത്യമാണ്, मृत्यु सच है നരകം സത്യമാണ്, और नरक सच है, സ്വർഗം സത്യമാണ്. स्वर्ग भी सच है. ഹല്ലേലൂയ. हालेलुया. ഇതൊന്നും സത്യമല്ല എന്ന് പിശാചും മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ये सारी बातें सच नहीं है करके शैतान ने लोगों को सिखा रहा है. മരണം യാഥാർത്ഥ്യമാണ്, मृत्यु सच है, ദൈവം യാഥാർത്ഥ്യമാണ്, ദൈവം യാഥാർത്ഥ്യമാണ്, परमेश्वर सच है, നരകം യാഥാർത്ഥ്യമാണ്, नरक भी सच है, സ്വർഗം യാഥാർത്ഥ്യമാണ്. स्वर्ग भी सच है. ഇതൊക്കെ മനുഷ്യൻ തിരിച്ചറിഞ്ഞാൽ ये सारी बातें इंसान को समझ आया तो ദൈവത്തിലേക്ക് തിരിയുമെന്ന് പിശാചിനറിയാം. ये लोग परमेश्वर की ओर मुड़ेगा करके शैतान को पता है. അതുകൊണ്ട് ഈ ലോകത്തിന്റെ പ്രഭുവായ പിശാച് इसलिए इस जगत का प्रभु जो है शैतान അവിശ്വാസികളുടെ കണ്ണ് അടച്ചു വെച്ചിരിക്കുന്നു. अविश्वासी जनों की आंखों को बंद करके रखा है. ഹല്ലേലൂയ. हालेलुया. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. हम साथ मिलकर प्रार्थना करेंगे, അവരുടെ കണ്ണ് തുറക്കട്ടെ, आंख खोलने के लिए, സത്യദൈവത്തെ അറിയട്ടെ, सच का सच्चाई, सच का അവർ परमेश्वर मिलने के നിത്യതയുടെ लिए, അവകാശിയായി മാറട്ടെ. आनंद जीवन का इधर जीवन के लिए. ഇതെല്ലാം യാഥാർത്ഥ്യമാണ് കേട്ടോ. ये सारी चीजें सच है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. हालेलुया. ഈ പറഞ്ഞെല്ലാം യാഥാർത്ഥ്യമാണ്. इतना बातें बताया है, सच में है. രണ്ട് കാര്യം നടക്കും. दो बातें जरूर होगा. ഒന്നെങ്കിൽ നമ്മൾ മരിക്കും, അല്ലെങ്കിൽ യേശു വരും. तो हम मरेगा या नहीं तो यीशु मसीह आएगा. നല്ലതല്ല പറഞ്ഞേ. ये मैं झूठी बातें नहीं बोला हूँ. ഒന്നെങ്കിൽ നമ്മൾ മരിക്കും, അല്ലെങ്കിൽ കർത്താവ് വരും. पहला तो हम मरेंगे या यीशु मसीह आएगा.
ഇതിൽ രണ്ടില് ഏതാ അവര് ഇതിൽ രണ്ടിൽ ഏതാദ്യം സംഭവിക്കാൻ നമുക്ക് നിശ്ചയില്ല കേട്ടോ. इन दोनों में पहला कौन सी बात होगा हमको पता निश्चय नहीं है. यीशु कब आएगा हमको पता नहीं है. हम कब मरेगा हमको पता नहीं है. कितने लोग जानते हैं हम जब कब मरते हैं. അതുപോലെ യേശു അപ്പോൾ ഒരു നിശ്ചയമുണ്ടോ? यीशु मसीह कब आएगा कितने लोग पता कितने लोगों को पता है. ഒരു കാര്യം ഞാൻ പറയാം. एक बात मैं बताता हूँ. ഇത് രണ്ടിൽ ഏതാദ്യം നടന്നാൽ इस दोनों में से कोई भी चीज पहला हुआ तो भी മുഴു ലോകത്തെക്കാൾ വിലയേറിയ ഒരു ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. ये जगत सारी जगत से बढ़कर एक बहुमूल्य आत्मा हमारे अंदर है. ഈ ജൈവരാസ പിണ്ഡത്തിനകത്ത് മുഴു ലോകത്തെക്കാൾ വിലയേറിയ ഒരു ആത്മാവുണ്ട്. इस शरीर का अंदर एक आत्मा है जगत से सबसे बहुमूल्य है. ആ ആത്മാവ് നഷ്ടമാക്കരുത്. और आत्मा को खोना मत, नष्ट नहीं करना ഹേ है. മനുഷ്യ, हे इंसान, നീ മുഴു ലോകവും നേടിയാലും तू पूरे जगत को जीता तो भी നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ तेरा आत्मा को नष्ट किया तो तेरे लिए क्या लाभ है. സമ്പത്ത് നല്ലതാണ്, संपत्ति अच्छा है, വീട് നല്ലതാണ്, घर अच्छे है, വാഹനം നല്ലതാണ്, गाड़ी भी अच्छा है, പൈസ നല്ലതാണ്, पैसा भी अच्छा है, നേടിയ ബിരുദങ്ങളുടെ കൂമ്പാരങ്ങൾ നല്ലതാണ്, इतना डिग्री हम पढ़ चुके हैं वो भी अच्छा है, അധികാരം നല്ലതാണ്, अधिकार भी अच्छे हैं, സ്വാധീനം നല്ലതാണ്, हमारा कितना अच्छी जीवन हो भी अच्छा है, ഉന്നത ബന്ധങ്ങൾ നല്ലതാണ്, बड़े बड़े लोगों से रिश्ता भी अच्छे है, സൗന്ദര്യം നല്ലതാണ്, कितना खूबसूरत हो भी अच्छे है, ആരോഗ്യം നല്ലതാണ്. कितना अच्छा शरीर है, चाकचक्य ഇതൊക്കെ എവിടെ വരെയുണ്ട്? ये चीज सारी चीजें कहा जाते हैं. ഇതെല്ലാം ഈ മണ്ണ് കൊണ്ട് അവസാനിക്കും. ये सारी चीजें इस जगह इस मिट्टी से जाने അതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. इससे आगे एक जिंदगी है. ഹല്ലേലൂയ. हालेलुया. അത് ഉറപ്പുവരുത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. कितने लोग पक्का किया है हालेलुया बताना. മരണം കൊണ്ട് ദീർഘകാല മനുഷ്യന്റെ ജീവിതം. मृत्यु से खत्म नहीं होने वाला है इंसान का जीवन. മരണത്തിനപ്പുറത്ത് മനുഷ്യന്റെ ജീവിതമുണ്ട്. मृत्यु के बाद भी इंसान का जीवन है. മരണത്തിനപ്പുറത്തുള്ള മനുഷ്യന്റെ ജീവിതത്തെ ബൈബിൾ വിളിക്കുന്ന പേരാണ് നിത്യത. मृत्यु के बाद भी इंसान का जो जीवन है उसको वचन एक नाम दिया है आनंद जीवन. എന്ന് പറഞ്ഞ എന്താണ് നിത്യത? आनंद जीवन क्या है? ഉറക്കെന്ന് പറഞ്ഞ നിത്യത. आनंद जीवन करके आप लोग भी बताना. മരണശേഷം മനുഷ്യന് രണ്ടവസ്ഥയാണ്. मृत्यु के बाद इंसान को दो अवस्था है. സ്വർഗം അല്ലെ നരകം. दो स्थिति है, दो अवस्था है, स्वर्ग या नरक. ധനവാന്റെ ലാസറിന്റെ കാര്യം ഇത് കഥയല്ല, സംഭവിച്ച കാര്യമാണ്. अमीर जो लाजर का कहानी है सचमुच में हुआ था. ആമേൻ. हालेलुया. ഞാനൊന്നും വിവരിക്കുന്നില്ല, സമയം കഴിഞ്ഞു. समय नहीं है मैंने विवरण नहीं कहा. മരണശേഷം രണ്ടവസ്ഥയാ, സ്വർഗം നരകം. मृत्यु के बाद नरक या स्वर्ग दोनों हैं. എവിടെയെങ്കിലും പോകാനാണ് നമ്മൾ മരിക്കുന്നത്. कहा है तो भी हम जाने का है, जाने के लिए हम मरते हैं. ഒരു മനുഷ്യന് 3 പാർപ്പിടമുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. एक इंसान को 3 अलग घर है करके बताता है. 1 2 പാർപ്പിടം ദൈവത്തിന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. पहला और दूसरा परमेश्वर के अधिकार में है. മൂന്നാമത്തെ പാർപ്പിടം പരമേശ്വരന്റെ കർത്താവിന്റെ അധികാരത്തിൽപ്പെട്ടതാണെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സാവകാശം ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യൻ അറിയപ്പെടും. तीसरी बात है वो परमेश्वर के अधीन में है, लेकिन उसको चुनने का अवकाश और उसका अधिकार हमारा इंसान के हाथों में है. നമ്മുടെ ഒന്നാമത്തെ പാർപ്പിടം എവിടെ? पहला हमारा घर कहाँ है? അമ്മയുടെ ഉദരമാണ്. हमारा माँ का पेड़ में. രണ്ടാമത്തെ പാർപ്പിടം എവിടെ? दूसरी बात है ഈ ഭൂമിയാണ്. इस धरती जगत पर. മൂന്നാമത്തെ പാർപ്പിടം तीसरी बात മരണശേഷം. मृत्यु के बाद. രണ്ടുണ്ട്. दो है, സ്വർഗമല്ല നരകം. स्वर्ग या नरक. ഒന്നാം പാർപ്പിടം കഴിഞ്ഞു. पहला जगह खत्म हो चुका है. എന്റെ ഒന്നാമത്തെ പാർപ്പിടം നല്ലൊരു അമ്മയുടെ ഉദരമായി. मेरा पहला जगह था मैं एक अच्छा माँ का पेड़ पर. എത്ര നല്ലൊരു അമ്മയായിരുന്നു എന്റെ അമ്മ. इतना अच्छा माँ मेरे लिए है. നല്ല സ്നേഹസമ്പന്നയാണ്. कितना प्यार करने वाली माँ है. നല്ല കരുണയും കരുതലുമുള്ള ഒരു അമ്മ. संभालने वाला कितना अच्छा एक माँ मेरे लिए है. എന്റെ അമ്മ മരിച്ചിട്ട് 15 വർഷമായി. मेरा पास जी का माँ तो मर गई है, वो 14 साल हो चुके ഇനി हैं. ഒരിക്കലും ആ പാർപ്പിടം കിട്ടുകയില്ല. अभी वो जगह मेरे लिए नहीं मिलेगा. രണ്ടാമത്തെ പാർപ്പിടം റാന്നിയിലാണ്. दूसरी बात है रानी में है. മൂന്നാമതൊരു പാർപ്പിടം. तीसरी जो जगह है, ഇന്ന് രാവിലെ രണ്ടാമത്തെ പാർപ്പിടം എന്നോട് പറഞ്ഞു, दूसरी जो जगह है मेरा वो मुझे ऐसा बताया. എടോ ഒന്നാം പാർപ്പിടം പോയതുപോലെ ഇന്നല്ലേ നാളെ രണ്ടാം പാർപ്പിടം പോകും. पहला मेरा जो जगह था वो चले गया, दूसरी भी चले जाएगा. മൂന്നാമതൊരു പാർപ്പിടം ഉള്ളത്. तीसरा एक जगह पर है, वो ऊपर എന്റെ है. മൂന്നാമത്തെ പാർപ്പിടം ഞാൻ ഉറപ്പുവരുത്തി. तीसरा जो जगह है वो मेरे लिए मैं पक्का किया, എന്റെ किया. 10ാമത്തെ വയസ്സിൽ
मेरा 10वीं उम्र में യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. यीशु मसीह का उद्धारकर्ता के रूप में मैंने मान അവന്റെ लिया। കൽപ്പന അനുസരിച്ചപ്പോൾ उनका आज्ञा को माना हूँ। അവന്റെ മകനായപ്പോൾ उनका बेटा बनने के बाद എന്റെ മൂന്നാമത്തെ പാർപ്പിടം ഞാൻ ഉറപ്പിച്ചു. मेरा तीसरा जगह मैंने पक्का किया हूँ। മരണശേഷം നരകമല്ല, मृत्यु के बाद नरक नहीं है, നിത്യതയാണ്. नित्य जीवन है। ഒന്നാം പാർപ്പിടം കഴിഞ്ഞ് രണ്ടാം പാർപ്പിടത്തിൽ പാർക്കുന്ന പ്രിയപ്പെട്ടവരെ, पहला जगह को खोने के बाद दूसरी जगत पर जीने वाला मेरे लोगों, മരണം നമ്മളെ പിടിച്ചാൽ मृत्यु हमारे जीवन में आया तो നമ്മുടെ മൂന്നാമത്തെ പാർപ്പിടം तीसरी जगह पे कहाँ होगा? നരകമാണോ नरक या സ്വർഗമാണോ? स्वर्ग में होगा क्या? ഉറപ്പുവരുത്തുക. हम पक्का करने का, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും വിശ്വാസമാണ്. हम इंसान एक श्वास का ही बात है। ഇന്ന് രാത്രി നമ്മുടെ നിത്യത ഉറപ്പുവരുത്തുക. हम अनंत जीवन को पक्का करने का അപ്പൊ है। നമുക്ക് ഇവിടെ മുറുകെ പിടിപ്പാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം हम एक बात रखने का नहीं है जीवन में, वो क्या है? പാപങ്ങളെയാണ്. पाप है। നമ്മുടെ പാപനിമിത്തമാണ് യേശു തകർക്കപ്പെട്ടത്. हमारा पाप की वजह से यीशु मसीह खुद को त्याग दिया, അവന്റെ പാപത്തെ മുറുകെ പിടിക്കാതെ. इसलिए पाप को हम छोड़ने का है। എന്റെ സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കും. समय समाप्त हुआ, हमें समाप्त ഒരുമിച്ച് करना ഒന്ന് എഴുന്നേറ്റ് നിന്ന് साथ मिलकर खड़े हो ഒരു जाइए। വാക്ക് നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം. एक बात प्रार्थना करना चाहता എല്ലാ हूँ। കൈകളും ഒന്ന് ഉയർത്തി പിടിച്ച് सारे लोग हाथ ऊंचा करना है। Glory, hallelujah. सारे लोग हाथ ऊंचा करना है। എനിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ मेरे लिए प्रार्थना करने करके कोई